ടിറ്റ്വ ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമായി തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡെൽറ്റ തീരദേശ ജില്ലകളിൽ 70 മുതൽ 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കും എന്ന മുന്നറിയിപ്പാണുള്ളത്. 14 NDRF സംഘങ്ങൾ സേവനത്തിനായി ഉണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീലങ്കയിൽ വലിയ നാശം വിതച്ചതാണ് ചുഴലിക്കാറ്റിൻ്റെ സാഹചര്യം. അത് ഗൗരവതരമാണ് എന്നത് എല്ലാവർക്കും അറിയുന്നതുമാണ്. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ റെഡ് അലർട്ട് ഉൾപ്പെടെയുള്ള നടപടികൾ എന്താണ്? ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ? ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും പുതുച്ചേരിയിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ. ഡെൽറ്റ ജില്ലകളിലൊക്കെ 70 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇതിനുവേണ്ടി 14 NDRF സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ ആളുകളെ ഒഴിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി. അതുപോലെ ഭൂരിഭാഗം ജില്ലകളിലും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ചെന്നൈയിൽ നിന്ന് 430 കിലോമീറ്ററും പുതുച്ചേരിയിൽ നിന്ന് 330 കിലോമീറ്ററും ദൂരെയാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനമുള്ളത്. മണിക്കൂറിൽ 7 കിലോമീറ്ററാണ് നിലവിൽ കാറ്റിന്റെ വേഗം. ഇതിന്റെ ഭീഷണിയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 54 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. രാമേശ്വരത്തേക്കുള്ള, അതായത് പാമ്പൻ പാലം കടന്നിട്ടുള്ള ട്രെയിൻ സർവീസ് പൂർണ്ണമായും റദ്ദാക്കി. 11 ട്രെയിനുകൾ അതിനു മുൻപുള്ള മണ്ഡപത്ത് യാത്ര അവസാനിപ്പിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്ര തീരത്തും ശക്തമായിട്ടുള്ള ജാഗ്രത ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ജാഗ്രതയുടെ അന്തരീക്ഷമാണ്. ആ ജാഗ്രത എന്നത് ചെറിയൊരു ജാഗ്രതയല്ല, വലിയ ഗൗരവതരമായൊരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ വളരെ സജ്ജമായി അവലോകന യോഗം ഉൾപ്പെടെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്.